ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്നുണ്ടായ ഒരു തട്ടിക്കൂട്ട് വിരുന്നിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ വീട്ടുകാരുണ്ട്, പിന്നെ നമ്മളെ താത്ത അവരെ ഹസ്ബൻഡും മക്കളൊക്കെ കൂടിയിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ വൈകിട്ടാണ് നമ്മൾ ഈ ഒരു വിരുന്ന് ഫിക്സ് ചെയ്യണത്. രാത്രിക്കൊക്കെ എല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ നമ്മളിതാ കുറേ ഐറ്റംസ് പറ്റുന്ന ടൈം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മുട്ടപ്പത്തിരിയുടെ മാവ് ഉണ്ടാക്കാൻ കേട്ടോ നമ്മൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നല്ല ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഓരോ ഐറ്റംസ് ഇങ്ങനെ ഫ്രൈ ചെയ്യണ തിരക്കിലാണ് കേട്ടോ നമ്മൾ. അങ്ങനെ എല്ലാ പണിയും ഒരേ സമയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്രഷ് ഫിഷാണ്. അപ്പോൾ അതിങ്ങനെ പൊരിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതിലേക്കുള്ള സവോള പൊരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരു ഹറി ബറി ആയിട്ടാണ് കേട്ടോ നമ്മൾ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ സൈഡായിട്ട് നമ്മൾ നല്ല മുട്ടപ്പത്തിരിയും പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ട നല്ല രീതിയിൽ പൊങ്ങി വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിരിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. റെസിപ്പി നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ ഒന്ന് എടുത്ത് നോക്കിയിട്ട് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അത് നല്ല അടിപൊളി ഫിഷ് ബിരിയാണി സൈഡിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മസാല ഒക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഉമ്മച്ചിയുടെ ഈ സ്പെഷ്യൽ ബിരിയാണിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതാ നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു സെമി ഗ്രേവി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മളെ യൂട്യൂബ് ചാനലിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ഇതാ ബിരിയാണി അവസാനമായിട്ട് ഇങ്ങനെ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ദമ്മിടാൻ വെച്ച സമയത്ത് തന്നെ നമ്മുടെ ചിക്കൻ ഗ്രേവിയും പിന്നെ ഒരു ചെറിയൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറുമ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങൾ. ഈ ഒരു കുറുമ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള കുറുമ സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്കുള്ള സവാളയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമ്മച്ചി തന്നെയാണ് എല്ലാം കുക്ക് ചെയ്തെടുത്തത് കേട്ടോ. കുറച്ച് സമയം കൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും വളരെ സ്പീഡിൽ തന്നെ ഉമ്മച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കറി നമ്മുടെ സെമി ഗ്രേവി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ നല്ല അടിപൊളി പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുട്ടപ്പത്തിരി കൂടാതെ നമ്മൾ നോർമൽ പത്തിരി ആക്കുന്നുണ്ട്. അതാ നമ്മുടെ ഇഷ്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവരെല്ലാവരും എത്തിയിട്ട് നമ്മൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ ഇവിടുത്തെ ആൽബമൊക്കെ കാണുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ പുതിയപ്പളം പുതിയെണ്ണമൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കഥകളൊക്കെ പറയണം. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പോസ് ചെയ്തിട്ട് ഉമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ടേബിൾ നിറച്ച് ഫുഡ് ഐറ്റംസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഐറ്റംസാണ് എല്ലാതും. ലാസ്റ്റ് തട്ടിക്കൂട്ടിയിട്ട് ഒരു പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാനുള്ള ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. പിന്നെ കഥകളൊക്കെ പറഞ്ഞ് എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതാ ലാസ്റ്റായിട്ട് എല്ലാവർക്കും ഡെസേർട്ട് കൊടുക്കുകയാണ്. എല്ലാവരും വേറെ ഫുള്ളായതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ മതി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പാത്രത്തിലാണ് നമ്മളെല്ലാവർക്കും ഡെസേർട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഡെസേർട്ടൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കൂടി അതൊക്കെ പറഞ്ഞിട്ട് അവർ പോകാനായിട്ടാണ്. അപ്പോൾ ഇവർ അടുത്ത ദിവസം തന്നെ ഖത്തറിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇതാ എല്ലാവരും പോവുകയാണ്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്.